2026 മാർച്ച് 21 മത്സ്യജയന്തി. അതായത് ഭഗവാൻ നാരായണൻ മത്സ്യമായിട്ട് മത്സ്യാവതാരം. അത് ആ ദിവസമാണ് ഈ ചൈത്രമാസത്തിലെ തൃതീയ. എന്തിനു വേണ്ടിയിട്ടാണ് മത്സ്യാവതാരം ഉണ്ടായതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളെല്ലാം കട്ടെടുത്തുകൊണ്ട് പോയി. അപ്പം വേദങ്ങളാണ് അറിവുകൾ മുഴുവനും. ഉടനെ തന്നെ ബ്രഹ്മാവ് ഭഗവാൻ നാരായണനോട് പറയുകയും അദ്ദേഹം അത് പരിഹരിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. അതേ സമയത്ത് പ്രിയവ്രതൻ എന്ന് പറയുന്ന രാജാവ് ഒരു ദിവസം വെള്ളത്തിൽ തർപ്പണം ചെയ്യാനായിട്ട് ഒരു നദിയിലിറങ്ങിയതായിരുന്നു. അദ്ദേഹം തർപ്പണത്തിന് ചെയ്യാനുള്ള ജലം കയ്യിലെടുത്തപ്പോൾ അതിലൊരു ചെറിയ മീൻ വന്നു. ഈ മീനിനെ തിരിച്ച് വെള്ളത്തിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോഴേക്കും ഈ മീൻ സംസാരിച്ചു. മീൻ പറഞ്ഞു, അങ്ങ് എന്നെ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ നദിയിലുള്ള വലിയ മത്സ്യങ്ങളും അതുപോലെയുള്ള ജലജീവികളും ഒക്കെ എന്നെ കൊല്ലും. അതുകൊണ്ട് അങ്ങ് എന്നെ സംരക്ഷിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ആദ്യം കമണ്ടലുവിലിട്ടു, പിന്നെ കിണറ്റിലിട്ടു, വീണ്ടും കുളത്തിലിട്ടു. കാരണം അതിങ്ങനെ മത്സ്യം ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം നദിയിലിട്ടു. എല്ലാം കഴിഞ്ഞിട്ട് സമുദ്രത്തിലേക്കിട്ടു. ആ സമയത്ത് സമുദ്രത്തിൽ കിടക്കുന്ന ആ മത്സ്യത്തിലേക്ക് ഇദ്ദേഹം സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടിയ സാക്ഷാൽ ഭഗവാനെ അതിൽ കാണുകയും ഉടനെ തന്നെ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുകയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഇനി 7 ദിവസത്തിനുള്ളിൽ പ്രളയമാണ്. ആ പ്രളയത്തിൻ്റെ സമയത്ത് ഒരു തോണി ഇവിടെ വരും. ആ തോണിയിലേക്ക് അങ്ങ് ഈ പറഞ്ഞല്ലേ എല്ലാ ജീവജാലങ്ങളും ഇവിടുത്തെ നശിക്കും ഈ വെള്ളത്തിൽ. പക്ഷേ എല്ലാത്തിൻ്റെയും വിത്തുകളുടെ ഓരോ വിത്തുകൾ, അതുപോലെ തന്നെ ഓരോ സ്പീഷീസിൻ്റെ, അതായത് അടുത്ത യുഗം വരുമ്പോഴത്തേക്കും ഇപ്പോഴും ഈ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും ഓരോന്ന് നമുക്ക് വേണം അങ്ങനെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രളയം വന്നു. സപ്തർഷികളും ഈ നമ്മുടെ പ്രിയവ്രത രാജാവും കൂടി എല്ലാത്തിനെയും കയറ്റി. അപ്പം നോക്കിയപ്പോൾ ഈ മത്സ്യമാണ്, വലിയൊരു തോണിയാണ്, അതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന മത്സ്യമാണ്. അങ്ങനെ ചെന്നു. അത് കഴിഞ്ഞ് മഴയെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ തോണി എന്ന് പറഞ്ഞാൽ അത് ഭൂമി തന്നെ ആയിരുന്നു എന്ന്. പിന്നെ ഹയഗ്രീവനെ കൊന്നിട്ട് വേദങ്ങളൊക്കെ വീണ്ടെടുത്തു മഹാവിഷ്ണു. എന്നിട്ട് അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോയി വീണ്ടും ഭൂമി പഴയതിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതാണ് മത്സ്യാവതാരത്തിൻ്റെ കഥ. ആ പ്രകടമായ ദിവസമാണ് മത്സ്യജയന്തി. നമുക്ക് ആ ദിവസം മത്സ്യ